ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പതിവ് പോലെ അവരുടെ കഴിഞ്ഞ കാല ബജറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പതിവ് പോലെ ചില ഫോക്കസ് ഏരിയകൾ പ്രഖ്യാപിക്കുകയും ആ ഫോക്കസ് ഏരിയയിൽ എന്തൊക്കെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ കൊടുക്കുകയും പിന്നീട് കുറച്ച് മറ്റ് ചില ഏരിയകളിലേക്ക് കൂടെ അത് പടരുകയും ഒക്കെ ചെയ്യുന്ന ആദ്യത്തെ ഭാഗവും, രണ്ടാമത്തേത് വിഭവ സമാഹരണത്തിൻ്റെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സുകളെ കുറിച്ച് പരാമർശിക്കുന്ന രണ്ടാമത്തെ ഭാഗവും. ഇങ്ങനെയാണ് സാധാരണ നിലയ്ക്ക് നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗം ഉണ്ടാവാറ്. മുൻകാല ബജറ്റുകളിൽ നിന്ന് ഭിന്നമായി ചെറു പ്രസംഗങ്ങളാണ്, ഏതാണ്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളൊക്കെ ഒതുങ്ങുന്ന വിധത്തിലുള്ള ചെറു പ്രസംഗങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളതും. അതിൽ നിന്നൊട്ടും ഭിന്നമല്ല ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗവും. ബജറ്റ് ഡോക്യുമെൻസിലൂടെ മുഴുവൻ സഞ്ചരിച്ചാൽ മാത്രമേ ബജറ്റിൻ്റെ ഒരു പൂർണ്ണരൂപം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ബജറ്റ് പ്രസംഗത്തെ അധികരിച്ചുള്ളൊരു അവലോകനം മാത്രമേ നമുക്കിപ്പോൾ നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും അധികം ഊന്നൽ നൽകുന്ന ഏരിയകൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്ന ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിന് ഉതകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ബജറ്റിലുള്ളത്? ഈ നിർദ്ദേശങ്ങൾ കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏതളവിൽ അതിനെ മറികടക്കാൻ സാധിക്കും? ഇങ്ങനെ അനലൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒപ്പം കേരളത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ബജറ്റ്, അല്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ബജറ്റ് എന്നതും പരിശോധിക്കാം. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ അനിൽ വർമ്മയാണ്. അദ്ദേഹം ധനതത്വ ശാസ്ത്രത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ. ഒപ്പം ഡോക്ടർ ശ്രീ VR രാമനുണ്ട്. അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് സെൻറ്റർ ഫോർ ബജറ്റ് ആൻഡ് ഗവേണൻസ് അക്കൗണ്ടബിലിറ്റി എന്ന സംഘടനയുടെ. സ്വാഗതം രണ്ടുപേർക്കും. ഞാൻ ആദ്യം ഡോക്ടർ അനിലിലേക്ക്. അനിൽ, പൊതുവിൽ നോക്കുമ്പോൾ ഈ ബജറ്റിനെ നമ്മൾ എങ്ങനെ കാണണം? ഏറ്റവും അവസാനം ഈ ആദായ നികുതി സ്ലാബിൽ വരുത്തിയ മാറ്റം അതൊരു പക്ഷേ പ്രതീക്ഷിച്ചതിനൊക്കെ കുറച്ച് വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ മാത്രമായിട്ട് ചുരുങ്ങുന്നൊരവസ്ഥ ഉണ്ടാവുമോ ഈ ബജറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ? ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് നമുക്ക് നോക്കിക്കാണാൻ, അതിൻ്റെ മുഴുവൻ രേഖകളും പരിശോധിച്ചുകൊണ്ട് അതിനെ നോക്കിക്കാണാനൊരു സമയം ആയിട്ടില്ല. നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ബഡ്ജറ്റ് സ്പീച്ചിനെ അധികരിച്ചുകൊണ്ട് ബഡ്ജറ്റിനെ നോക്കിക്കാണാനേ ഈ ഒരു അവസരത്തിൽ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് ഈ ബഡ്ജറ്റ് സ്പീച്ച് പുറത്തു വരുന്ന സമയത്ത് തന്നെ ആദായ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ആദായ നികുതിയുടെ പുതിയ റെജീം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ വളരെയധികം, അത് മീഡിയയായാലും ഗവൺമെൻറ് തന്നെയും ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും ഒരു മുഖമുദ്രയായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക പരിതസ്ഥിതിയെ ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, പിന്നെ ഉപഭോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വിവിധങ്ങളായ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ മറ്റ് കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ മറച്ചു വയ്ക്കുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിലാണ് കേവലം 2% ആളുകൾ ആദായ നികുതി അടയ്ക്കുന്ന ഒരു ചെറിയ ശതമാനം, മൊത്തം ഇന്ത്യയുടെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ ഒരു ചെറിയ ശതമാനം ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായ ഈ ആദായ നികുതിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റത്തെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആ രീതിയിൽ തന്നെയാണ് മീഡിയയും അതുപോലെ തന്നെ ആദ്യ പ്രതികരണങ്ങളിൽ. റൈറ്റ്. ശ്രീരാമൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഈ 2047 വികസിത രാഷ്ട്രമാകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബജറ്റ് പ്രിപ്പറേഷൻ എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ, അതായത് 2024 ആദ്യത്തെ പരിഷ്കരിച്ച ബജറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ എക്കണോമിക് റിവ്യൂവിൽ 2047 വികസിത രാഷ്ട്രമാകണമെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട്. എത്ര ശതമാനം വളർച്ചാ നിരക്കാണ് അടുത്ത വർഷങ്ങളിൽ നമ്മൾ കൈവരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ഈ പ്രസംഗത്തിലും ധനമന്ത്രി പറയുന്നുണ്ട്, നമ്മൾ 2047 വികസിത രാഷ്ട്രമാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അത് മുൻനിർത്തിയുള്ള ഒരു നിർദ്ദേശങ്ങളുടെ സമാഹരണം ഈ ബജറ്റിൽ കാണുന്നുണ്ടോ? എക്കണോമിക് റിവ്യൂ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഈ തൊഴിലില്ലായ്മ പോലെയുള്ള കാതലായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന നിർദ്ദേശങ്ങൾ
അതിനെ ഫോക്കസ് ചെയ്യുന്ന നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ കാണുന്നുണ്ടോ? ആദ്യമായിട്ട് ഞാൻ ഇപ്പോ പുറത്തു വന്നിട്ടുള്ള സർക്കാരിന്റെ ബജറ്റ് വെബ്സൈറ്റിൽ വന്നിട്ടുള്ള പല ഡോക്യുമെന്റുകളും ബജറ്റ് സ്പീച്ചിന് അപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വളരെ ക്വിക്കായിട്ട് വളരെ ഒരു വിഹക വീക്ഷണം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു അനാലിസിസ് നടത്താൻ ഞാൻ നോക്കിയിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഒരു ബജറ്റിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊഫസർ അനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പോപ്പുലിസ്റ്റ് മെഷറുകൾ അല്ലെങ്കിൽ ഒരു 2% മാത്രം ബാധിക്കുന്ന വിഷയങ്ങളെ വെച്ചുകൊണ്ട് അവിടെയാണ് ഇന്ന് ധനമന്ത്രി കൺക്ലൂഡ് ചെയ്തത്. അതുമാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഒരു ബജറ്റിനെ വിലയിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ അധസ്ഥിത ജനവിഭാഗങ്ങൾ, പിന്നോക്കം ആയിട്ടുള്ള ആളുകൾ, തൊഴിലില്ലാത്തവർ, കൃഷിക്കാർ, അങ്ങനെ സ്ത്രീകൾ, കുട്ടികൾ, ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളും, പ്രത്യേകിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഇവർക്കൊക്കെ ഈ ബജറ്റ് എങ്ങനെയാണ് ഗുണം ചെയ്യുക? അതുപോലെ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ 2047 ഇന്ത്യ ഒരു ഹൈ ഇൻകം കൺട്രി അഥവാ ഒരു പഴയ ഭാഷയിൽ വികസിത രാഷ്ട്രം, വികസിത് ഭാരത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിന്റെ ഉദ്ദേശം അത് ഇപ്പോഴത്തെ വേൾഡ് ബാങ്ക് ലാംഗ്വേജ് പ്രകാരമുള്ള ഹൈ ഇൻകം കൺട്രി എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ ഡാറ്റ, ഇന്ത്യയിൽ നമുക്കിപ്പോൾ കിട്ടുന്ന ഡാറ്റ എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് മുന്നോട്ട് വെക്കേണ്ടി വരും. കാരണം പൊതുജനങ്ങൾക്ക് നേരിട്ട് ആക്സസ് ചെയ്യാവുന്ന ഡാറ്റ ഒരുപാട് കുറഞ്ഞു പോയിരിക്കുന്നു. സെൻസസ് പോലും നമ്മുടെ 2015 ശേഷം ഇക്കണോമിക് സർവേ ബേസ് ചെയ്യുന്ന ചില അടിസ്ഥാന കാര്യങ്ങൾ മുഴുവൻ അസംഷൻസ് ആണ്. കാരണം ഒരു സെൻസസ് കഴിഞ്ഞിട്ട് 15 വർഷമായിരിക്കുന്നു. 15 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ സെൻസസ് 2021 സെൻസസ് ഇതുവരെ വരുന്നില്ല. 2030 സെൻസസിനുള്ള പ്രിപ്പറേഷൻ പോലും ഉണ്ടോ, 2021 സെൻസസിന് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ അസംഷൻസ് മിക്കവാറും ഒരു ധാരണ വെച്ചിട്ടാണ് നമ്മൾ ഗ്രോത്തിനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പൊ എക്കണോമിക് സർവേ പറയുന്നത് പ്രകാരം നമ്മുടെ തൊഴിലില്ലായ്മ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഇന്നത്തെ സാമ്പത്തികമായി ഒരു വലിയ ക്ലാസ്സിന് മാത്രം, ഒരു ചെറിയ ക്ലാസ്സിന് മാത്രം ഗുണം ചെയ്യുന്ന സാമ്പത്തിക നയമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഒരു എക്കണോമിക് പ്രൊഫൈല് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കുറെ ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് ഈ ബജറ്റ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ബജറ്റിന്റെ ഒരു പ്രത്യേകത, അത് ബീഹാറിലെയും പിന്നെ വേറൊരു സംസ്ഥാനത്തിന്റെ പേര് ഇടയ്ക്കെങ്കിലും കേട്ടത് കൃഷിയുടെ വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആദ്യത്തെ പില്ലറായിട്ട് കൃഷിയെയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ആ കൃഷിയെ മുന്നോട്ട് വെച്ചിട്ടുള്ള രീതിയിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം അതില് ഈ ഫാർമറുടെ, കൃഷിക്കാരന്റെ ഉന്നമനം എത്രമാത്രം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതിൽ അത് ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എനിക്ക് അതിൽ കൃത്യമായിട്ട് ഒരു ധാരണ കിട്ടുന്നതേ ഇല്ല. കാരണം അത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കുറെ സ്കീമുകളുടെ മുകളിലാണ് അത് പോകുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ടാക്സുകളുടെയും പിന്നെ ഈ എക്സംഷൻസിലേക്ക് വരുമ്പോൾ, ഇൻകം ടാക്സ് അല്ലാതെയും ഇപ്പൊ ബാറ്ററിയുടെ എക്സംഷൻ പോലെയുള്ള ഇതൊക്കെ വരുമ്പോൾ ഇന്ത്യയിൽ പിന്നെ ആർക്ക് ആണ് ഇത് ഗുണം ചെയ്യുക എന്നുള്ളത്, ചില ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ കാര്യത്തിൽ പിന്നെ എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത എക്സംഷൻസ് ഒക്കെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് സാധാരണ രോഗികൾക്ക് ഗുണം ചെയ്യും എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് മിക്കവാറും ഗുണം ചെയ്യാൻ പോകുന്നത് അതിന്റെ പിന്നെ ഉണ്ടാക്കുന്ന കമ്പനികൾക്കോ, കാരണം അത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 100% എക്സംഷൻ വരും എന്നുള്ള രീതിയിലും, പിന്നെ അപ്പോൾ രാജ്യത്തിന് നഷ്ടമുണ്ടാവുകയും എന്നാൽ അതിന്റെ ഗുണഭോക്താക്കൾക്ക് വേണ്ടത്ര ഗുണം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരുമോ എന്ന് സംശയിക്കണം. അതേപോലെ മെഡിക്കൽ ടൂറിസം ഒരു വലിയ ഫോക്കസ് പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മെഡിക്കൽ ടൂറിസം അത് നമ്മുടെ സാധാരണക്കാരന്റെ ചികിത്സയിലേക്കുള്ള ആക്സസിനെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്കറിയില്ല. അതുപോലെ ഈ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന 2005 പിന്നെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനായി തുടങ്ങുകയും പിന്നീട് നാഷണൽ ഹെൽത്ത് മിഷനായി മാറുകയും ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട സ്കീം, ആ സ്കീം നമ്മുടെ രേഖകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും അത് പലതരം കമ്പണന്റുകളായിട്ട് RCH എന്നൊക്കെ പറയുന്ന 1993 റിപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത്, പിന്നെ ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ്, പിന്നെ ഇൻഷുറൻസ്, ഇങ്ങനെ പല കമ്പണന്റുകളായിട്ട് ബഡ്ജറ്റിൽ നമുക്ക് ചെതറി കിടക്കുന്നത് കാണാം. അങ്ങനെ നോക്കുമ്പോൾ
ഈ ഇൻഷുറൻസ് സ്കീമിന് ഒരു വലിയ വളർച്ച കാണുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ഹ്യൂമൻ റിസോഴ്സസിന് എത്രമാത്രം ഫോക്കസ് ഉണ്ട് എന്നുള്ളത്. കാരണം നമുക്ക് കുറച്ച് കാലമായിട്ട് നമ്മൾ പ്ലാൻ നോൺ പ്ലാൻ എന്നുള്ള രീതിയിൽ ബജറ്റിനെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അത് ക്യാപിറ്റലും പിന്നെ റവന്യൂ ഈ രീതിയിൽ മാത്രമേ നമുക്ക് ബജറ്റിനെ ഇപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സസിന് ഒരു ഊന്നലില്ലാത്ത ഒരു ബജറ്റ്, അത് ഇൻഫ്രാസ്ട്രക്ചറിനെ മാത്രം, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ മാത്രം ഊന്നൽ കൊടുക്കുമ്പോൾ ആരോഗ്യത്തിന്, അതുപോലെ മെഡിക്കൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. മെഡിക്കൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് ഏത് രംഗത്ത്, പബ്ലിക് ആണോ അതോ പ്രൈവറ്റ് ആണോ, അത് ശ്രദ്ധിക്കണം. ഒരു വലിയ ശതമാനം മെഡിക്കൽ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായെങ്കിലും മെഡിക്കൽ എഡ്യൂക്കേഷൻ അതിൻ്റെ ക്വാളിറ്റി ഒരുപാട് വീണുപോയ സമയമാണ്. അതുപോലെ ഈ NREGA നമ്മൾ വിചാരിക്കുന്ന ഗ്രാമീണ തൊഴിൽ രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാനും സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ കുറച്ച് ഒരു ഗ്യാരണ്ടി തൊഴിലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൈസ എത്തുകയും ചെയ്യുന്ന ആ സ്കീമിന് ഒരു വലിയ പ്രാധാന്യമൊന്നും ഈ തവണയും കൊടുത്തിട്ടില്ല. ന്യൂട്രീഷൻ അതുപോലെ ഒരു ഏതാണ്ട് പതിവിൻപടി പോകുന്ന ഒരു സ്കീമാണ്. ജെൻഡർ ബജറ്റ് ഞാൻ നോക്കുമ്പോൾ 100% സ്ത്രീകളുടെ ഉന്നമനത്തിനായി നീക്കി വെക്കേണ്ടതായിട്ടുള്ള ബജറ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്, കഴിഞ്ഞ 5 വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. 30% മേലെയുള്ള സ്കീമുകൾ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി പണം ചെലവാക്കുന്ന സ്കീമുകൾ ഏതാണ്ട് കുറച്ചൊരു കൂടിയതായിട്ട് നമുക്ക് കാണാം. അതേസമയം ഈ 30% താഴെയുള്ളതിനെയും, അത് കഴിഞ്ഞ വർഷം തൊട്ട് ഈ സർക്കാർ തുടങ്ങിയ ഒരു പരിപാടിയാണ്. നമ്മുടെ മുമ്പ് ജെൻഡർ ബജറ്റിൽ 2 തരത്തിലാണ് സ്കീമുകളെ കണ്ടിരുന്നത്. മുഴുവനായും സ്ത്രീകളുടെ ഉന്നമനത്തിന്, അല്ലെങ്കിൽ 30% അധികം സ്ത്രീകളുടെ. ഇപ്പം അത് മാത്രമല്ല, 30% താഴെയുള്ള സ്കീമുകളെ പോലും പരിഗണിക്കുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട്, ഗ്രൂപ്പ് സി എന്ന് പറഞ്ഞിട്ട്. അതിലും അങ്ങനെയാണെങ്കിൽ പോലും അതിലും വളരെ നോർമൽ ആയിട്ടുള്ള ഗ്രോത്തേ കാണുന്നുള്ളൂ. ചൈൽഡ് ബജറ്റ്, കുട്ടികളുടെ ഉന്നമനത്തിനായിട്ടുള്ള ബജറ്റും അതുപോലെ തന്നെ. ചൈൽഡ് ബജറ്റിൽ പലപ്പോഴും അതിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള, ഞാൻ അതിന്റെ ബജറ്റിന്റെ പ്രൊഫൈൽ നോക്കിയായിരുന്നു. അപ്പോൾ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പലതും ഇന്റേൺഷിപ്പും ഫെലോഷിപ്പും ഒക്കെയാണ്. അതൊക്കെ ഗുണം ചെയ്യാൻ പോകുന്നത് 18 വയസ്സുകാർക്കോ 20 വയസ്സുകാർക്കോ ഒക്കെയാണ്. അപ്പൊ അത് എങ്ങനെയാണ് ചൈൽഡ് ബജറ്റ് ആകുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പോപ്പുലിസ്റ്റ് മെഷറുകൾ കൊണ്ടും ബീഹാറിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടു. ഞാൻ ഡൽഹിയിൽ എന്തെങ്കിലും ഉണ്ടാകും അത് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീരാമൻ. ഇത് പറയുമ്പോൾ ഇപ്പോൾ ധനമന്ത്രി ഇതിന്റെ തുടക്കത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ടു പിറകെ പറയുന്ന ഒരു കാര്യം 100% ക്വാളിറ്റി സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ റൂറൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ആ ഏരിയയുമായി റിലേറ്റ് ചെയ്ത് കാർഷിക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃഷിക്ക് 100 അഗ്രി ഡിസ്ട്രിക്റ്റുകൾ ഫോം ചെയ്യും. അവിടെ സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടെ എന്താ പറയുക, കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ പൾസസിന് പ്രത്യേകം പറയുന്നുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് പ്രത്യേകം പറയുന്നുണ്ട്. ഇങ്ങനെ പ്രത്യേകം സ്കീമുകൾ നമ്മൾ പ്രസംഗത്തിൽ കേൾക്കുമ്പോഴുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. പ്രസംഗത്തിൽ കേൾക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അതിന് ഈ ഡാറ്റയുമായിട്ട് യോജിക്കുമ്പോൾ എങ്ങനെയാണ് കോൺട്രഡിക്ഷൻ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കോൺട്രഡിക്ഷൻ ഞാനത് ശ്രദ്ധിച്ചു. അതിപ്പോ ഈ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ തന്നെ ഇപ്പൊ സമഗ്ര ശിക്ഷ, ഇതിൽ ഭാരത് നെറ്റിനെ വെച്ചുകൊണ്ടാണ് ഇന്റർനെറ്റ് കണക്ഷനെ പറ്റി പറയുന്നത്. എന്തായാലും അത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഗുണം ചെയ്യാൻ പോകുന്നില്ല. കാരണം കേരളം കെ-നെറ്റ് വഴിക്കും ഒക്കെ കേരളത്തിൽ ഒരുവിധം എല്ലാ പബ്ലിക് സ്കൂളുകൾക്കും കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ആന്ധ്രാപ്രദേശിനെയോ തെലങ്കാനയെ പോലെ മഹാരാഷ്ട്ര, അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ കഴിയുള്ളൂ. കാരണം ഈ ബേസിക്കായ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു കാർഷിക മേഖലയിൽ പൾസിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ഞാനിപ്പോൾ ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്, ആസ്പിറേഷണൽ ബ്ലോക്കുകളിൽ ആ പരിപാടികൾ നീതി ആയോഗ് കഴിഞ്ഞ 5 വർഷമായി പറയുന്ന കാര്യങ്ങളല്ലാതെ ഇതിന് പ്രത്യേക ബജറ്റ് അലൊക്കേഷനുകളൊന്നും ഉള്ളതായിട്ട് തുകകൾ കാണുമ്പോൾ തോന്നുന്നില്ല. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ കമ്പണന്റിലെയും അലൊക്കേഷൻസിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് ഡിപ്പാർട്ട്മെന്റ് വൈസ് അതിൻ്റെ ഡോക്യുമെന്റ് ഞാൻ കണ്ടു. പക്ഷേ ഡോക്യുമെന്റ് മുഴുവനായിട്ടും അനലൈസ് ചെയ്യാനുള്ളൊരു സമയമായിട്ടില്ല. അത് വെച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നത് ശരിയുമല്ല. പക്ഷേ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ, പിന്നെ ഈ ഇൻഷുറൻസിന്റെ രംഗത്ത് പ്രത്യേകിച്ചും മെഡിക്കൽ ഇൻഷുറൻസും അതുപോലുള്ള രംഗങ്ങളിലും 74% FDA ലിമിറ്റിൽ നിന്ന് നമ്മൾ 100% FDA ലിമിറ്റിലേക്ക് മാറുകയാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അങ്ങനെ മാറുന്നത് അത് ഇൻഷുറൻസിന്റെ കുത്തക
ഹെൽത്ത് ഇൻഷുറൻസിന്റെ കുത്തക പ്രത്യേകിച്ചും അത് വിദേശ കമ്പനികളിലേക്ക് പോകുന്നതും അതിന്റെ ഭാഗമായിട്ടുള്ള ലിറ്റിഗേഷനും കവറേജിന്റെ പ്രശ്നങ്ങളും സാധാരണക്കാർ നേരിടുന്ന സ്ഥിതി വരികയും പ്രത്യേകിച്ചും പിന്നെ ആരോഗ്യരംഗത്ത് നിന്ന് PMJAY എന്നുള്ള സ്കീമിനെ കൂടി കണക്കിലാക്കി നോക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിലേക്ക് ഒരു ഊഹം വരുന്നത്. അത് ഊഹം മാത്രമാണ്, ഞാനത് ഇപ്പോൾ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ ഇതിലൊക്കെ വരുമ്പോൾ ഈ കമ്പനികളായിരിക്കും ഒരു പക്ഷേ നാളത്തെ PMJAYയുടെ നടത്തിപ്പുകാരായിട്ട് മാറുക എന്ന് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലും മറ്റും നടക്കുന്ന കവറേജ് ഡിനൈ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഒരുപാട് കൂടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും, പിന്നെ അത് ഇൻവെസ്റ്റ്മെന്റ് അവര് 100% പറയുന്നത് ആ പണം ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താലേ അങ്ങനെ തരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഇൻഷുറൻസ് കമ്പനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അതിന്റെ ലാഭം എന്തായാലും അവർക്ക് പോകും എന്നുള്ളതും, അത് സാധാരണക്കാരന്റെ കവറേജിനെ കുറച്ചുകൊണ്ട് കമ്പനികളുടെ ലാഭത്തിലേക്ക് മാറും എന്നുള്ള ഒരു ആശങ്ക, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ആശങ്കയാണ്. കാരണം നമ്മൾ പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റുകളെയാണ് ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊടുക്കുന്ന പ്രീമിയം തുകയായി മാറ്റുന്നത്. അങ്ങനെ മാറ്റുമ്പോൾ ഇൻഷുറൻസ് വഴിക്ക് കിട്ടുന്നു എന്നുള്ള അതേ സമയത്ത് നമ്മുടെ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ടുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തകരുകയും അത് ഒരുപാട് പിന്നെ ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഞാൻ അതുപോലെ ഓരോ കാര്യങ്ങളിലും ഫിസ്ക്കൽ പോളിസിയുടെ കാര്യത്തിലും പിന്നെ ഞാൻ ഒരുപാട് പിന്നെ സ്കീമുകളെ പലതും അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഉഡാൻ സ്കീം പോലെയുള്ള അത് കണക്ടിവിറ്റി കൂട്ടുന്നു എന്നുള്ളതിനോടൊപ്പം വിമാന കമ്പനികൾ അത് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അത് കാരണം സാധാരണക്കാരന്റെ യാത്ര ഇപ്പോഴും സാധാരണക്കാരന്റെ പിന്നെ പോക്കറ്റിൽ ഒതുങ്ങുന്നതല്ല. അപ്പൊ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ ഡൈനാമിക് ഫെയർ സിസ്റ്റം ഉപയോഗിച്ച് യാത്ര നിരക്കുകൾ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് വിമാന നിരക്കാണെങ്കിലും അത് ഒരു ഗ്യാരണ്ടീഡ് രാജധാനി എക്സ്പ്രസിന്റെ ഫസ്റ്റ് AC ഈക്വലന്റ് ആയിട്ട് ഇതിനെ വെക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു തരത്തിലും ഈ ലോക്കൽ ഉഡാൻ റീജിയണൽ എന്നുള്ള സംവിധാനത്തിനകത്ത് നമുക്ക് കുറഞ്ഞ നിരക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ ഗുണം ആർക്കാണ്? എന്നാൽ ഈ കമ്പനികളൊക്കെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് തമ്മിലുള്ള കുറെ പൊരുത്തക്കേടുകൾ നമുക്ക് കാണേണ്ടി വരും. ഞാനിങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് ഞാൻ മടങ്ങിരാം. അനിൽ വർമ്മ, നമ്മൾ ഇപ്പൊ ഈ പ്രസംഗം തുടങ്ങുമ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ചില ഇത് കൂടുതലായി ഈ ബജറ്റ് ആരെയൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചൊരു ഡെഫിനിഷൻ ആദ്യം ധനമന്ത്രി നൽകുന്നുണ്ട്. യുവാക്കൾ, പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, ഈ 4 വിഭാഗങ്ങളെ അതാണ് പ്രധാനമായിട്ടും ഞാൻ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം 4 പ്രയോറിറ്റി ഏരിയകൾ പറയുന്നു. കൃഷി, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, അതുപോലെ നിക്ഷേപം, കയറ്റുമതി, ഈ 4 ഏരിയയാണ് ഞാൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബജറ്റ് പ്രസംഗത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഈ ഏരിയകളിലൊക്കെ ഈ പറയുന്ന വിധത്തിലുള്ള ഊന്നൽ ഉണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ രാമൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കാർഷിക മേഖലയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുമായിട്ട് യോജിച്ചു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ പരിശോധിക്കേണ്ട കാര്യമായിരിക്കും. ചില സ്കീമുകളൊക്കെ നേരത്തെ മുതൽ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്കീമുകൾ തുടരാൻ പറയുമ്പോൾ അത് പുതിയതാണോ എന്നുള്ള ചോദ്യം അവിടെ വരും. MSME സെക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ലോൺ അനുവദിക്കും എന്ന് പറയുന്നുണ്ട്. കാർഷിക മേഖലയ്ക്കുള്ളതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് സ്കീം അവിടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെ MSMEക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രം മെച്ചപ്പെട്ടു വരുന്നൊരവസ്ഥയിലാണോ ഇന്ത്യയിലെ MSME സെക്ടർ എന്ന ചോദ്യം അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇത് മാത്രം മതിയോ എന്നുള്ളൊരു പ്രശ്നമുണ്ടോ? മൊത്തത്തിൽ എങ്ങനെയാണ് ഈ ബജറ്റിലെ ഈ പറയുന്ന, അതായത് ട്രസ്റ്റ് ഏരിയ ആയിട്ട് അവർ പറയുന്ന ഭാഗങ്ങളിലെ പരാമർശങ്ങളെ കാണുന്നത്? അതെ, ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഏരിയ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടർ, ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, അതുപോലെ തന്നെ എക്സ്പോർട്ട്, പിന്നെ തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. അഗ്രികൾച്ചർ സെക്ടർ എടുത്താൽ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നൊരു മേഖലയാണ് അഗ്രികൾച്ചറൽ സെക്ടർ. കാർഷിക പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്ന ഇതാണ്. ആ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴും ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ഇത് ശ്രമിച്ചിട്ടേ ഇല്ല. മാത്രമല്ല, കാർഷിക മേഖലയിൽ ഉള്ള വളം,
അതുപോലെ തന്നെ പിന്നെ പവർ, പിന്നെ ഇറിഗേഷൻ ഫെസിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള കർഷകർക്ക് കൊടുക്കുന്ന സബ്സിഡി പോലെയുള്ള കാര്യങ്ങളിലൊന്നും വർധനവോ അല്ലെങ്കിൽ അതിലൊരു വെട്ടിക്കുറവാണ്. കൂടുതൽ അതിൻ്റെ ഡാറ്റയിലേക്ക് നമ്മൾ കൂടുതൽ നോക്കിയാലേ അറിയുള്ളൂ. പക്ഷെ എന്നാലും പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ രീതിയിലൊരു ഒരു വർധനവ് ആ കാര്യത്തിൽ വരുത്താൻ ഈ ഗവൺമെൻറ് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. നമുക്കറിയാം, ഈ ബഡ്ജറ്റ് വരുന്ന സമയത്ത് ഇന്ത്യ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അത് ഒരു ഉപഭോഗം കുറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു മാക്രോ ഇക്കണോമിക് സിറ്റുവേഷനാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ ഉപഭോഗത്തിൽ വരുന്ന കുറവ് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. ആ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾക്ക് കൂടുതൽ പണം അനുവദിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഈ പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എടുത്താൽ അതിന് കൊടുത്തിരിക്കുന്ന ഔട്ട്ലേ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. 1. 2, നമുക്കറിയാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എടുത്ത ജോലികൾക്ക് തന്നെ കൂലി കൊടുത്തു തീർക്കാൻ ഏതാണ്ട് 3500 കോടി രൂപയോളം കൊടുത്തു തീർക്കാനുള്ള ബാധ്യത ഇപ്പം നിലനിൽക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ പുറത്ത്. അതേപോലെ തന്നെ 10,000 കോടി രൂപയുടെ എക്യുപ്മെൻറ്റ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ്സ് വാങ്ങിയത് കൊടുത്തു തീർക്കാനുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അത്തരം പദ്ധതികളെ ഏതെങ്കിലും വിധത്തിൽ ഗ്രാമീണ മേഖലയിലെ ഉപഭോഗത്തെ തിരിച്ചു കൊണ്ടുവരാൻ പ്രാപ്തമായ രീതിയിലുള്ള പദ്ധതികൾക്ക് വേണ്ടത്ര പണം അനുവദിക്കാത്ത ആ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള കാര്യമാണ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം സാർ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെയുള്ള എല്ലാ പദ്ധതികളും ഗ്രാമീണ മേഖലയിലെ വരുമാന ശോഷണം തടയാൻ ഏതെങ്കിലും വിധത്തിൽ ഗുണകരമാകുന്ന പദ്ധതികളെ പലതും തളർത്തുന്ന വിധത്തിലുള്ള ഇടപെടലാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പോൾ ഈ തേഴ്സ്റ്റ് ഏരിയാസ് പറയുമ്പോഴും അതിന് വേണ്ട രീതിയിലുള്ള ഇപ്പം ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതിൽ അവർ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കലാണ്. മിഡിൽ ക്ലാസിൻ്റെ ഉപഭോഗം വർദ്ധിക്കുന്നത് വഴി സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം റിച്ചർ സെക്ഷൻസ് എപ്പോഴും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേവിങ്ങിനാണ്. കൺസംഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേവിങ്ങിനാണ്. അപ്പോൾ ഞാൻ അത് ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ ഉപഭോഗത്തിൻ്റെ, അതായത് വാങ്ങൽ ശേഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഈ ആദായ നികുതി പരിധി 12 ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആദായ നികുതി പരിധിയിൽ വരുന്ന, അല്ലെങ്കിൽ റിട്ടേൺ സമർപ്പിക്കുകയോ ആദായ നികുതി കൊടുക്കുകയോ ചെയ്യുന്ന 2 കോടിയിലധികം ആളുകളോ, അല്ലെങ്കിൽ ഈ നെറ്റിൽ വരും എന്ന് വിശാലാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 7 കോടി ആളുകളോ, ഇവരുടെ സ്പെൻഡിങ് വലിയ തോതിൽ കൂടുമെന്നും അതുവഴി മാർക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തുമെന്നും അത് ഇൻ ടേൺ നികുതിയായിട്ട് സ്റ്റേറ്റുകൾക്കും സെൻട്രലിനും ഒക്കെ കിട്ടുമെന്നും ഒക്കെയുള്ളൊരു വിശാലാടിസ്ഥാനത്തിലുള്ള ചില വിലയിരുത്തലുകളുണ്ട്. അങ്ങനൊരു ഉപഭോഗം വർദ്ധിപ്പിക്കൽ ഈ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ പറയുന്ന MSMEയിലെ ഉൽപ്പാദനം കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം കൂടാൻ അതിനുള്ളൊരു സാധ്യതയുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞ ഒരു ലോജിക്കലായിട്ട് ശരിയാവുന്ന സാമ്പത്തിക ശാസ്ത്ര നോളജ് പ്രകാരം അത് ശരിയാവുന്ന ഒരു കാര്യമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഫ്ലെയ്ഡ് ലോജിക് ആണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് പിന്നെ ഒരു മിഡിൽ ക്ലാസിൻ്റെ ഉപഭോഗത്തിൽ വലിയ വർധനവ് ഉണ്ടാകാൻ സാധ്യതയില്ല. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ കൂടിയ പങ്കും അവർ സേവിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേസമയം സാധാരണക്കാരായ തൊഴിലാളികളാണ് അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കൂടുതൽ പങ്കും ഉപഭോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം സാധാരണക്കാരായ തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് വഴി മാത്രമേ ഗ്രാമീണ മേഖലയിലെ ഈ പറയുന്ന വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനും ഉപഭോഗം വർദ്ധിപ്പിക്കാനും അതുവഴി അതിൻ്റെ ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റായിട്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഈ മിഡിൽ ക്ലാസിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആണ്. അതിൽ വലിയ വർധനവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഔദ്യോഗിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത്, മിഡിൽ ക്ലാസിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിച്ചതുകൊണ്ട് സാമ്പത്തിക പുരോഗതി
പുരോഗതി ഉണ്ടാക്കാം എന്ന് പറയുന്ന ലോജിക്ക് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, MSME മേഖലയിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ ഗ്രോത്ത് റേറ്റ് ഒട്ടും തൃപ്തികരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്, ഇപ്പോൾ ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആകട്ടെ, വാഹന വിപണിയാകട്ടെ, ഈ വിപണികളിലെയൊക്കെ ഒരു മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടർ ഒട്ടും തൃപ്തികരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. MSME സെക്ടർ എടുത്താൽ തന്നെ കേവലം ക്രെഡിറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻപുട്ട് വർധനവ് കൊണ്ടോ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് വർദ്ധിപ്പിക്കുക, ഇതുകൊണ്ട് മാത്രം രാജ്യത്തെ എക്സ്പോർട്ട് വർദ്ധിക്കുമോ? പിന്നെ വിദേശ വിപണികളുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലെ വില നിലവാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം കേവലം എക്സ്പോർട്ട് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഉള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ ആ കാറ്റഗറൈസേഷനൊക്കെ നല്ലതാണ്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രാവർത്തികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ സമ്പദ് വ്യവസ്ഥ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയമുണ്ട് എന്നാണ് പറയാനുള്ളത്. റൈറ്റ്. രാമൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ ബജറ്റ് പ്രസംഗത്തിൽ ബീഹാറിനെ കുറിച്ച് പരാമർശിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പ്രസംഗത്തിൽ ഞാൻ കേട്ടപ്പോൾ ഈ പ്രസംഗത്തിൽ ബീഹാർ എന്നുള്ള സംസ്ഥാനത്തിൻ്റെ പേര് മാത്രമാണ് പരാമർശിച്ചത്. കഴിഞ്ഞ തവണ 2024 പ്രസംഗത്തിൽ ബീഹാറിനൊപ്പം ആന്ധ്രാപ്രദേശിൻ്റെ പേരൂടെ ഉണ്ടായിരുന്നു. ഇത്തവണ ബീഹാറിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ എന്താ പറയുക, ഒരു ബോർഡ്, ഭക്ഷ്യവസ്തുവിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല, ഇവിടെ അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തത് ഒരു ഭക്ഷ്യ സംസ്കരണ ഫുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ, പിന്നെ ഒരു കോസി കനാൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം, ഇങ്ങനെ പല കാര്യങ്ങൾ ബീഹാറിന് വേണ്ടി പറയുന്നുണ്ട്. ബീഹാറിലാണ് അടുത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ബീഹാറിൽ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും മറ്റേ 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ബീഹാറിൽ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ബജറ്റിൽ ബീഹാറിനുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഒരു ഫെഡറൽ സിസ്റ്റം, ഇതൊരു യൂണിയൻ ബജറ്റാണ്, ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഈ തുടർച്ചയായിട്ടുള്ള ബജറ്റുകളിലൂടെ ഈ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ? ഒരു മഹാരാജ്യത്തെ, ഇന്ത്യ പോലെയുള്ള ഒരു മഹാരാജ്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഈ ഗവൺമെൻറ് കാണുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഫെഡറൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള രീതിയിൽ കാണേണ്ടതായ ഈ സംവിധാനത്തിനെ നമ്മൾ അതുകൊണ്ടാണ് ഈ വൺ ഇന്ത്യ വൺ നാഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ വൺ എന്ന് പറഞ്ഞിട്ട് പല ടാഗുകളും അതിൽ വന്നുകൊണ്ട് പല കാര്യങ്ങളെയും ഏകീകരിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. ഈ ഏകീകരണം ഒരു വൈവിധ്യമാർന്ന അല്ലെങ്കിൽ തമ്മിലുള്ള വ്യതിയാനം ഒരുപാട് കൂടുതലുള്ള പല സംസ്ഥാനങ്ങളുടെ ഗണമായിട്ടുള്ള ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗുണകരമാകും എന്നുള്ളത് നമുക്ക് അതിൻ്റെ പൊളിറ്റിക്കലായിട്ടും ഇക്കണോമിക്കലായിട്ടും പിന്നെ അതൊന്നും കൂടാതെ അതിൻ്റെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക വശങ്ങളിലും കൂടെ ചിന്തിച്ചു വേണം അതിൻ്റെ ഒരു ബജറ്റ് അലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അത്തരം ഒരു വിശകലനം നടത്തിക്കൊണ്ട് അത് നടക്കുന്നത്, അങ്ങനെ ഒരു വിശകലനം എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഫിനാൻസ് കമ്മീഷനിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പ്ലാനിംഗ് കമ്മീഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെയായി പോവുകയും നമ്മുടെ ഒരു മീഡിയം ടൈം എക്സ്പെൻഡിച്ചർ ഫ്രെയിംവർക്കിന്റെ ഒരു രീതിയിലുള്ള ആ പ്ലാൻ എന്നുള്ള സംഗതി ഇല്ലാതെയായി പോവുകയും ചെയ്യുമ്പോൾ ഈ ബജറ്റ് എന്നുള്ളത് എല്ലാ വർഷവും വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള 12 മാസത്തേക്കുള്ള പലപ്പോഴും ബജറ്റിന് പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. ബജറ്റിനകത്ത് പറയുന്ന കാര്യങ്ങളും ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾക്കും പുറമെ പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഡിക്ലെയർ ചെയ്തു പോവുകയും പിന്നെ പാർലമെന്റിലുള്ള സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് അത് മുഴുവൻ അപ്രൂവ് ചെയ്തു പോവുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഒട്ടും ഇതുവരെ മുമ്പ് ഒട്ടും ഇല്ലാതിരുന്നതായ ഒരു രീതിയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്.
അത് ഒരു പിന്നെ പ്രശ്നം നിറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഞാൻ ബീഹാറിലേക്ക് വരികയാണെങ്കിൽ, ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ് ഇത്. ഞാനിങ്ങനെ ബീഹാറിന്റെ പല തവണ ഇന്ന് ധനമന്ത്രി സംസാരിക്കുമ്പോഴും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ചിരി പൊട്ടുന്നതും കമന്റ് പിന്നെ പറയുന്നതും നമുക്ക് കേൾക്കാം. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ബീഹാർ ബീഹാർ എന്നുള്ള ഒരു 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 ഹൈലൈറ്റും ഒരു എംഫാസിസും അവിടെ ഊന്നലും അവിടെ വരുന്നത് എന്നുള്ളൊരു ഇത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ മഖാന ഒരു പ്രത്യേക തരം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണെന്ന് ഗ്ലോബലി ഒരുപാട് പിന്നെ ആവശ്യക്കാർ വന്നുകൊണ്ടിരിക്കുന്ന, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എൻ്റെ എക്സ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്നല്ല, ഏറ്റവും ഒരു കേരളം പല കാര്യങ്ങളിലും പ്രൊഡക്ഷൻ ചെയ്യുന്നത് പോലെ ബീഹാറാണ് ഒരു 90-95% മഖാന പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മഖാനയുടെ പ്രൊഡക്ഷന് വേണ്ട സംവിധാനമാണ്, അത് വളരെ നാച്ചുറലായി മുമ്പേ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ മഖാന ഗ്ലോബലി അതിൻ്റെ ഒരു ഫുഡ് പാറ്റേണിലേക്ക് കടന്നിട്ട് ഇപ്പോൾ ഒരു ലോകത്തെ ലീഡിങ് ഭക്ഷണമായിട്ട് പ്രോട്ടീൻ നിറയുന്ന ഭക്ഷണമായി മാറിയിട്ടൊരു ഏതാണ്ട് 7 കൊല്ലമായി. ഈ 7 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഇപ്പോഴാണ് മഖാനയ്ക്ക് വേണ്ടി ഒരു അതും ഒരു എന്താണ് പറയുന്നത്, അതിൽ പറയുന്ന മഖാന ബോർഡാണ്. മഖാന ബോർഡ് ഒരു ബോർഡും കമ്മീഷനും അല്ലാതെ കർഷകർക്ക് അത് ഈ ബോർഡ് ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ഗുണം ചെയ്യുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മഖാന കൃഷി ചെയ്ത് അത് പാക്ക് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് അയക്കുന്ന ആളുകൾക്ക് അത് അവരെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യും, അത് ഒരു ക്യാഷ് ക്രോപ്പിലേക്ക് അതിനെ മാറ്റി കൊണ്ടുപോവുകയാണോ ചെയ്യുന്നത്, ഇതുപോലുള്ള പല കാര്യങ്ങളും അതിൽ ആലോചിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വരുന്ന 10 കൊല്ലത്തേക്ക് എങ്കിലും കുറേശ്ശായിട്ടായിരിക്കും അതിന്റെ അനക്കേഷൻ പോകുന്നത്. പക്ഷെ അതിപ്പോ നമ്മളതങ്ങ് ഡിക്ലെയർ ചെയ്തിട്ട് അതിന്റെ ഒരു ഒപ്റ്റിക്സ് ഉണ്ടാക്കുകയാണ് പ്രധാനമായിട്ടും. പലപ്പോഴും ഈ ഒപ്റ്റിക്സ് ആണ് നമ്മുടെ ബജറ്റുകളെ. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ തന്നെ അത് നേരത്തെ അനിൽ പറഞ്ഞതുമാണ്. അനിൽ പറഞ്ഞ ഇത് വെച്ച് നോക്കുന്നത്, ഇപ്പോൾ ആളുകൾക്കൊരു ബെനിഫിറ്റ് എന്ന് നമ്മൾ പറയുന്നത് 30,000 മുതൽ 1,10,000 വരെയുള്ള ടാക്സ് ബെനിഫിറ്റ് ആണ് പിന്നെ ധനമന്ത്രി പ്രൊജക്ട് ചെയ്യുന്നത്. ഒരു വർഷത്തെ ടാക്സ് ബെനിഫിറ്റ് 30,000, 40,000, 50,000, 65,000 ഓരോ ഗ്രൂപ്പിനും അങ്ങനെയാണ്. 80, പിന്നീട് അടുത്ത ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ 50, 90, 1, 10, വീണ്ടും 1, 10, ഇങ്ങനെ ഇത്രയും. ഇതില് ഈ ടാക്സ് കൊടുക്കുന്ന എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അവർ സമ്പാദ്യത്തിലേക്ക് ആയിരിക്കും. ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് ഷെയർ മാർക്കറ്റിനാണ് എന്നാണ് ഒരു ഒറ്റനോട്ടത്തിൽ നമുക്ക് നോക്കാൻ കഴിയും. കാരണം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഈ 16 ലക്ഷത്തിന് മേലെ ടാക്സബിൾ ഇൻകം ഉള്ള ആളുകൾക്കാണ്. അതിന് താഴെയുള്ള ആളുകൾക്കുള്ള വരുമാനം ഒരു 50,000, 65,000, 1000 രൂപയാണ്. അത് ഒരു പക്ഷേ അത് കൺസ്യൂമർ മാർക്കറ്റിലേക്ക് പോയി എന്ന് വരാം, അവരെന്തെങ്കിലും വാങ്ങി എന്ന് വരാം. പക്ഷെ ഇപ്പുറത്തുള്ള ആളുകൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ, അല്ലെങ്കിൽ അപ്പൊ ബാങ്കിങ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂപ്പുകുത്തലുണ്ട്, കീഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സാമ്പത്തികമായി ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിങ് രംഗത്തിന്റെ ആരോഗ്യം ഒരുപാട് മോശപ്പെട്ടു വരുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനെ രക്ഷിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് എനിക്ക് എഗെയിൻ ഇത് പറയുമ്പോൾ ഞാനത് ഒരു കാവിയേറ്റ് പറയാതെ കഴിയില്ല. കാരണം ഇത് ഒറ്റനോട്ടത്തിലുള്ള ഇതാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ റവന്യൂ അവർ എങ്ങനെയാണ് പിന്നെ പ്ലാൻ ചെയ്യുന്നത്, അത് എന്തിനെ രക്ഷിക്കാനാണ് ഈ കാരണം ഇപ്പൊ കൊടുത്തിട്ടുള്ള ഇളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സാധാരണ ഇളവല്ല, 7 നിന്ന് 12ലേക്ക്. പിന്നെ മാത്രമല്ല രണ്ടാമത്തെ ഇപ്പോഴത്തെ ഒരു ടാക്സ് പാറ്റേണിൽ വന്നിട്ടുള്ള പുതിയ സ്കീം വന്നിട്ടുണ്ട്. ആ സ്കീം പ്രകാരം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിന്റെ ഗുണം കൂടുതൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ സ്കീം ഓപ്റ്റ് ചെയ്യുന്നതോടുകൂടി മുമ്പ് കിട്ടിയിരുന്ന പല ഗുണങ്ങളും ഇല്ലാതെയാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇത്രയും ബെനിഫിറ്റ് ആളുകൾക്ക് ഉണ്ടാവും. അതിനെ ഈ പറഞ്ഞ 2% നമ്മൾ സ്കെയിലപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. അതിൽ ഒരു 60 മുതൽ 75% വരെ പോകാൻ പോകുന്നത് പിന്നെ ഈ ഓഹരി മേഖലയിലേക്കും അതുപോലെയുള്ള നിക്ഷേപങ്ങളിലേക്കുമാണ്. അപ്പൊ സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് ഈ ടാക്സ് റിഫോംസ് കൊണ്ട് ഇടത്തരക്കാര് ഇപ്പൊ നമ്മുടെ അതും അസമത്വം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമി ആയിട്ടാണ് ഇന്ത്യ. ഇപ്പൊ സാധാരണ പണമുള്ളവൻ ആ ടോപ്പ് 2% അത് ഒരുപാട് പൈസക്കാരായി മാറുകയും, എന്നാൽ ചോട്ടിലുള്ള സാധാരണക്കാരുടെ എണ്ണം അത് കൂടി ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു ഡിവൈഡാണ്, എക്കണോമിക് ഡിവൈഡാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. ആ ഡിവൈഡിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ NREGS അല്ലെങ്കിൽ ആളുകൾക്കൊരു സ്ഥിരം ആയിട്ടുള്ള വരുമാനം കൊടുക്കുന്ന രീതി, ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം സാധാരണക്കാരന്റെ ജീവിതത്തെ, അല്ലെങ്കിൽ കൃഷിക്കാരന് ഇപ്പൊ കൃഷിയുടെ ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞ വിളയുടെ ഇൻഷുറൻസ് ദുരിതങ്ങൾ കൂടി വരുന്ന ഒരു സമയമാണ്.
ദുരിതങ്ങൾ കൂടി വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വിളകൾക്കുള്ള ഇൻഷുറൻസ് കൂട്ടണം എന്നുള്ള രീതിയാണ് വരേണ്ടത്. ആ ഇൻഷുറൻസിന്റെ തുക കൂടിയാലേ കൃഷിക്കാരന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ അത് ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രീമിയം പോവുക എന്നുള്ളതിനപ്പുറത്ത് കൃഷിക്കാരന് അതിന് കിട്ടുന്ന വരുമാനം വളരെ കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ്. മാത്രമല്ല, ഞാൻ അതിനെ മൊത്തം കഴിഞ്ഞ 5 വർഷത്തെ എക്സ്പെൻഡിച്ചറുകളുടെ സ്ഥിതി വെച്ചിട്ട് എല്ലാ വർഷവും റിവൈസ്ഡ് ബജറ്റ് എസ്റ്റിമേറ്റിൽ വരുന്ന ഒരു വലിയ വെട്ടിക്കുറവുണ്ട്. മിക്കവാറും തുകകൾ വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പൊ ബജറ്റ് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ ഒരു കഥ പറയുകയാണെങ്കിൽ ബജറ്റ് അലക്കേഷൻ ഒരു പ്രഹസനമായിട്ട് മാറുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം വലിയൊരു തുക അലക്കേറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ബഡ്ജറ്റ് റിവിഷൻ നടക്കുന്ന സമയത്ത് ആ തുക അതിലത്തെ ഒരു വലിയ ശതമാനം 25-30% മുതൽ സ്ലാഷ് ചെയ്യുകയും, പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ബജറ്റിൽ തന്നെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ 2023-24 എക്സ്പെൻഡിച്ചർ റേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എത്രമാത്രം എക്സ്പെൻഡിച്ചർ ഉണ്ടെന്ന് ആ എക്സ്പെൻഡിച്ചറിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് ബജറ്റ് എസ്റ്റിമേറ്റുകളിൽ നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റുകളിൽ അതിന്റെ ഈ ബജറ്റ് കുറയ്ക്കുന്നതായിട്ട് കാണുന്നത്. ബജറ്റ് കൂടുന്നതായിട്ട് വരുന്നത് വളരെ കുറച്ച് സ്കീമുകളിൽ മാത്രമേ ആ ഒരു പാറ്റേൺ നമുക്ക് കാണുന്നുള്ളൂ. ബജറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇത് കൂടി എന്ന് പറയുകയും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് റിവൈസ് എസ്റ്റിമേറ്റിൽ അത് കുറയുകയും, റിവൈസ് എസ്റ്റിമേറ്റിനെ പറ്റി നമ്മൾ ഇതുപോലുള്ള ഒരു ചാനൽ ചർച്ചയോ ഡിസ്കഷനോ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് അറിയാതെ പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു പ്രശ്നം സാധാരണ കേൾക്കുക ബജറ്റ് പ്രസംഗത്തിന്റെ അവസാനം ഇതിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഇതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ്. കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇത്രയായിരുന്നു, ഇത്ര രൂപ ചെലവുണ്ടാവും എന്നാണ് പറഞ്ഞത്, അത് ഇത്ര രൂപ ചെലവായി, ഇത്ര രൂപ വരവുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു, അത് ഇത്ര രൂപ വരവുണ്ടായി എന്ന് മാത്രം പറയാം. ഇത്തവണ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അവതരിപ്പിച്ചത് ഞാൻ ശ്രദ്ധിച്ചത് ആകെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് 10 ലക്ഷത്തി ചില്ലറ കോടി ഉറുപ്പിക ചെലവായിട്ടുണ്ട് എന്ന് സവിശേഷമായിട്ട് ധനമന്ത്രി എടുത്ത് പറയുന്നത് കേട്ടു. അപ്പൊ ഞാനിവിടെ ഡോക്ടർ അനിൽ വർമ്മ വന്നപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അടിസ്ഥാന സൗകര്യ വികസന മേഖല എന്നല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഞാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ബാക്കി ഏരിയകളൊക്കെ പെടില്ലേ എന്ന് ഞാൻ ഡോക്ടർ അനിൽ വർമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് വേണ്ടി മാത്രമുള്ള ചെലവാണ് ഇത് എന്ന് ധരിക്കരുത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ വളരെ ചെറിയൊരു ഭാഗം അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് പലപ്പോഴും വരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി വലിയ ഇൻഫ്രാസ്ട്രക്ചറുകളാണ്. സാധാരണക്കാരന് ഉപയോഗപ്പെടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഏത് എന്ന് ചോദിച്ചാൽ റോഡുകൾ മാത്രമായിരിക്കും. അതിൽ തന്നെ നാഷണൽ ഹൈവേ പലപ്പോഴും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കം ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അത് ഒരു കാർ ഓടിക്കുന്നതും കാറിൽ യാത്ര ചെയ്യുന്നതും ദൂരയാത്ര ചെയ്യുന്നതും ഒക്കെ റെയിൽവേയുടെ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ റെയിൽവേ ബജറ്റ് അത് പിന്നെ കഴിഞ്ഞ 8 വർഷമായിട്ട് നമുക്ക് റെയിൽവേ ബജറ്റ് ഇല്ല. റെയിൽവേ ബജറ്റ് ഇല്ലാതെയായത് ഒരു പക്ഷേ കാരണം അതിനെ പൊതു ബജറ്റിന്റെ ഭാഗമാക്കുക എന്നുള്ളത് ഒരു ഫിസ്ക്കൽ റിഫോമാണ്, അത് വേണ്ടതാണ്, അതിൽ പ്രശ്നമില്ല. പക്ഷേ റെയിൽവേ കൂലിയും അതുപോലെ ചരക്ക് ഗതാഗതത്തിൽ നിന്ന് വരുമാനം കൂട്ടിക്കൊണ്ട് സാധാരണക്കാരുടെ യാത്ര ഗുണകരമാക്കാവുന്ന ഒരു യാത്രാ സംവിധാനമായിട്ട് റെയിൽവേയെ എൻവിസാജ് ചെയ്യലാണ് മുൻ കാലത്തൊക്കെ നമ്മൾ റെയിൽവേ ബജറ്റുകളിൽ കേട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് റെയിൽവേ പറ്റി ഇന്നത്തെ ബജറ്റിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. റെയിൽവേന് ഒറ്റ വാക്ക് പോലും പരാമർശിച്ചിട്ടില്ല. റെയിൽവേന് പറഞ്ഞിട്ടേ ബജറ്റിൽ. അതെ, കഴിഞ്ഞ തവണയൊക്കെ റെയിൽവേക്ക് ഇതാ ഇത്ര വിഹിതം എന്നെങ്കിലും പറയണ്ടായി. ഇത്തവണ റെയിൽവേ വാക്കേ വേണ്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ റോഡിന്റെ ഭാഗത്തിൽ വരികയാണെങ്കിൽ റോഡിലേക്ക് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ടോൾ പിരിക്കുക എന്നുള്ള ടോളിന്റെ പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഹൈവേകളെ സൂപ്പർ ഹൈവേകളായിട്ട് മാറ്റി. കാരണം എന്താ വെച്ചാൽ നാഷണൽ ഹൈവേയിൽ ടോൾ പിരിക്കരുത് എന്ന് സുപ്രീം കോടതിയുടെ ഓർഡർ വന്നതോടുകൂടി പലതും എക്സ്പ്രസ് വേ ആയിട്ട് മാറി, പലതും ടോളിന് പോലും ഫീസ് എന്നുള്ള പേരിലേക്ക് പലതരത്തും മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതും വലിയ എമൗണ്ടുകളാണ്, 1000 രൂപ 1500 രൂപയൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ ഡയറക്റ്റ് ടാക്സിനും ഇൻഡയറക്റ്റ് ടാക്സിനും ഒക്കെ പുറമെ ഇടപെടുന്ന ഓരോ മേഖലയിലും അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് കാശുള്ളവരിൽ നിന്ന് മാത്രം മേടിക്കുക, ഇല്ലാത്തവരിൽ നിന്ന് മേടിക്കുക, അങ്ങനെ ഒരു വ്യത്യാസം, മേടിക്കാതിരിക്കുക അങ്ങനെ ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഒരു നമ്മുടെ മൊത്തം ഫിസ്ക്കൽ പ്ലാനിങ് അത് ഒപ്റ്റിക്സിനെ മാത്രം പിന്നെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെ നമുക്ക് ആളുകളുടെ കയ്യടി നേടാമെന്നും പിന്നീട് ബാക്ക് എൻഡിൽ പല കാര്യങ്ങളും ചേഞ്ച് വരുത്തുകയും അതിൽ പാർലമെന്റിന്റെ റോൾ ഇല്ലാതെ പോവുകയും ഒക്കെ ചെയ്യുന്ന, പാർലമെന്റിന്റെ റോൾ ഉണ്ടെങ്കിൽ പോലും ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമ്മതിക്കാതെ അതിനെ ഒരു വളരെ എന്താണ് പറയുക സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നു. ഇപ്പോൾ ബജറ്റ് ചർച്ച കഴിഞ്ഞ 5 വർഷത്തെ 10 വർഷത്തെ ബജറ്റ് ചർച്ച ഞങ്ങളുടെ സംഘടന നടത്തിയ ഒരു സംഗതിയായിരുന്നു. 2000 മുതൽ 2010 വരെ ഉള്ള ബജറ്റ് ചർച്ചയും 2014 മുതൽ 2024 വരെയുള്ള ബജറ്റ് ചർച്ച, ഈ 10 വർഷത്തെ ബജറ്റ് ചർച്ചയിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ്, അതിന്റെ ക്യാരക്ടറിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ്,
അത് എത്രമാത്രം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതിൽ പിന്നെ സാധാരണക്കാരന് എത്രമാത്രം കടന്നു വരുന്നുണ്ട്, എക്വിറ്റി ഇൻക്ലൂഷൻ എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 5 വർഷം മുമ്പ് 3 വർഷം മുമ്പ് വരെ മാനുവൽ സ്കാവഞ്ചിങ് ആക്ട് പ്രകാരം മാനുവൽ സ്കാവഞ്ചിങ് നിർത്തലാക്കാനുള്ള PMSRA എന്ന് പറയുന്ന ആക്ട് 2013 അത് പിന്നെ റിവൈസ് ചെയ്ത് നമ്മൾ എനാക്ട് ചെയ്തിരുന്നു. അതിലും ഭാഗമായിട്ടുള്ള ഒരു SRMS എന്ന് പറഞ്ഞിട്ടൊരു സ്കീം ഉണ്ടായിരുന്നു. ഗ്രാമീണ മേഖലയിലും ചെറു നഗരങ്ങളിലും ഒക്കെ മാനുവൽ സ്കാവഞ്ചിങ് നടത്തുന്നത് എന്ന് വെച്ചാൽ മനുഷ്യമലം കൈകൊണ്ട് വൃത്തിയാക്കുന്ന ഒരു പ്രത്യേക ജാതി വ്യവസ്ഥയുടെയും ഒക്കെ പരിണതഫലമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മാനുവൽ സ്കാവഞ്ചിങ്. ഈ മാനുവൽ സ്കാവഞ്ചിങ് നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിന് ഈ 2014 900 കോടി റുപ്യ ബജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സ്കീം ലിസ്റ്റ് ഞാൻ നോക്കുമ്പോൾ അതിൽ ആ സ്കീമിന്റെ പേര് പോലും ഇല്ല. ആ സ്കീമിന് കൊടുത്തിരുന്ന പൈസ മുഴുവനായി നിർത്തിപ്പോയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ അതിൻ്റെ ഒരു ഡിസ്കഷനെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് മാനുവൽ സ്കാവഞ്ചർ ഇല്ല എന്നാണ് കോടതിയിൽ പിന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോർട്ട് പറഞ്ഞത്. ഇനി സീവർ മാനുവൽ സ്കാവഞ്ചിങ്ങിന്റെ ഡെഫിനേഷനുകളിൽ പിടിച്ചിട്ട് സർക്കാർ അത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളത് വേറൊരു തരത്തിലേക്ക് കാണാൻ നിർബന്ധിതരാകും എന്നൊക്കെ സുപ്രീം കോർട്ട് പറയുന്ന സ്ഥിതിയിൽ പോലും ഈ പറയുന്ന സ്കീമിൽ ഇപ്പോഴും ഒരുപാട് യാതനകൾ സാമൂഹ്യമായും സാംസ്കാരികമായും ജാതീയമായും ഒക്കെ ഒരുപാട് യാതനകൾ പിന്നെ സഹിക്കുന്ന ഒരു ജനവിഭാഗത്തിനെ മുഴുവൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്കീം, ആ സ്കീം പോലും എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ഒപ്റ്റിക്സിന്റെ. രാമൻ, അത് പറയുമ്പോൾ ഈ മാനുവൽ സ്കാവഞ്ചിങ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും എന്ന് പല ഘട്ടങ്ങളായിട്ട് പല കാലപരിധി വെച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതവിടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, നേരത്തെ നമ്മള് ഇപ്പോ രാമൻ സംസാരിക്കുമ്പോൾ ഈ ആദായ നികുതി വർദ്ധിപ്പിക്കുകയും അതിനൊരു പുതിയ സ്കീം കൊണ്ടുവരികയും ആ സ്കീമിലേക്ക് ആളുകളെ പരമാവധി അട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ളൊരു സംഗതിയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെ ചെറിയ സൂചന രാമൻ സംസാരിച്ചപ്പോൾ തോന്നുന്നു ഈ ഫണ്ട് പോകാൻ സാധ്യതയുള്ളത് സ്റ്റോക്കിലേക്കാണ് എന്നുള്ളൊരു സൂചന നൽകി. ഇത് ഹിറ്റ് ചെയ്യുന്ന ഒരു കാര്യം കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി, നമ്മൾ നേരത്തെ സംസാരിച്ച പാനലിൽ അത് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ അതൊന്ന് പറയാമോ? അത് ഡോക്ടർ രാമൻ പറഞ്ഞത് വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് മറ്റൊരു രീതിയിൽ കൂടി അത് പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഫണ്ടിൻ്റെ ഒഴുക്ക് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. അതായത് ഈ ന്യൂ റെജീം വരുന്ന സമയത്ത് ഓൾഡ് റെജീം പിന്നെ ഇപ്പം തന്നെ ഏതാണ്ട് 75% ആളുകൾ ഓൾഡ് റെജീം ഉപേക്ഷിക്കുകയും ന്യൂ റെജീം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾഡ് റെജീമിൽ നിന്ന് ന്യൂ റെജീമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ന്യൂ റെജീമിന് ഇത്രമാത്രം ഒരു പിന്നെ ബെനിഫിറ്റുകൾ കൊടുക്കുന്ന സമയത്ത് ഓൾഡ് റെജീമിൽ ഉണ്ടായിരുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്മോൾ സേവിങ്സ് ആണ്. ആ സ്മോൾ സേവിങ്സിന്റെ അവന്യൂസ് എല്ലാം ഇല്ലാതാകുകയാണ്. അപ്പോൾ ആ പണം മുഴുവനും സ്മോൾ സേവിങ്സിന്റെ എന്ന് പറയുന്ന LIC പോളിസികളായാലോ അല്ലെങ്കിൽ പിന്നെ അതിലൊക്കെ അതെ സേവിങ് സ്കീം ആയാലും ഒരു പരിധിവരെ ഹൗസിംഗ് ലോണുകളായാൽ തന്നെ അതൊക്കെ ഒരു പരിധിവരെ ആൾക്കാർ എടുക്കുന്നത് പ്യുവർലി അതിൻ്റെ 80C പ്രകാരം 80D പ്രകാരം ഒക്കെയുള്ള ടാക്സ് റിഡക്ഷൻസും കൂടെ ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ പുതിയ ഇതിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുതിയ റെജീമിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ സ്മോൾ സേവിങ്സ് മുഴുവനും പിന്നെ ഒരു അട്രാക്റ്റീവ് അല്ലാതാവുകയും കൂടുതൽ പണം അത്തരത്തിൽ ബാങ്കിങ് മേഖലയിലേക്ക് വരേണ്ട അല്ലെങ്കിൽ ഇൻഷുറൻസ് LIC പോലെയുള്ള ഇതിലേക്ക് വരേണ്ട പണം മുഴുവനും ഈ പറയുന്ന പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സ്ഥലങ്ങളിലേക്കും ചാനലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് തീർച്ചയായിട്ടും അതിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ രാമൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ ബീഹാറിന്റെ കാര്യം പറഞ്ഞല്ലോ, ബീഹാറിലേക്ക് ഇപ്പോൾ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡ് പ്രഖ്യാപിക്കുന്നു. ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിലവിൽ വരാനെടുക്കുന്ന ഒരു 10 വർഷം. അപ്പോൾ ഇതിങ്ങനെ പ്രഖ്യാപിച്ചൊരു ഹൈപ്പ് ഉണ്ടാക്കുക, അതിൻ്റെ ഒരു ഡിവിഡൻഡ് പൊളിറ്റിക്കൽ ഡിവിഡൻഡ് നേടിയെടുക്കുക എന്നുള്ളൊരു താല്പര്യം ഭരിക്കുന്ന പാർട്ടിക്കുണ്ട്. അത് മുൻകാലത്തും ഭരിച്ചിരുന്ന പാർട്ടികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോഴാണെങ്കിൽ പോലും പേരിനെങ്കിലും ചില കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രഖ്യാപിച്ച് പോകാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു, ഈ സംസ്ഥാനങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയോടൊക്കെ
യൂണിയൻ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ കമ്മ്യൂണിറ്റിയൊക്കെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നൊരു തോന്നൽ സൃഷ്ടിക്കാനെങ്കിലും അവർ ശ്രമിക്കാറ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ഒരു എന്താ പറയുക കോച്ച് നിർമ്മാണ ഫാക്ടറി വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. അത് പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പായിട്ടില്ല ഇതേവരെ. ആദ്യം പ്രഖ്യാപിച്ചത് ഇവിടെ നിന്ന് പോയി, രണ്ടാമത് കഞ്ചിക്കോട് പ്രഖ്യാപിച്ചത് ഇതേവരെ നടപ്പായിട്ടില്ല. പക്ഷേ അതവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ട്. ചിലപ്പോൾ അത്തരം പ്രഖ്യാപനങ്ങൾ കുറേ കാലം കഴിഞ്ഞെങ്കിലും പ്രാവർത്തികമാകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അങ്ങനെ ഈ പ്രഖ്യാപനത്തിന് ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരെ ആ സമൂഹങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളൊരു ഇപ്പോൾ അതുപോലും ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് അത്തരം ഒരു പൊളിറ്റിക്കൽ ഒരു അപ്രമാദിത്വത്തിലേക്കോ സർവാധികാരത്തിലേക്കോ ഒക്കെ അതിൻ്റെ ഒരു സൂചനയായിട്ട് നമ്മൾ ഇതിനെ കാണണം. അതെ, തീർച്ചയായിട്ടും. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ 2014 തൊട്ട് ഇങ്ങോട്ടുള്ള BJP ഗവൺമെന്റിന്റെ ഒരു ഒരു നടപടികളിലെല്ലാം തന്നെ വളരെ കൃത്യമായൊരു കേന്ദ്രീകരണം നമുക്ക് കാണാൻ സാധിക്കും. അവര് വളരെ കൃത്യമായൊരു കേന്ദ്രീകരണമുണ്ട്. അതേപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഭവ വിനിയോഗം എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. ഇവിടെ ഒരു പ്യുവർലി ഒരു പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഈവൻ ഈ 12 ലക്ഷം രൂപ വരെ ടാക്സ് എക്സംഷൻ കൊടുത്തത് തന്നെ ഡൽഹി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് വരെ ആരോപിക്കപ്പെടുന്നുണ്ട്. അപ്പം പ്യുവർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഇവർ നടത്തുന്നത്. ഇപ്പോൾ മുൻപ് സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ബീഹാറിന് ഈ പറയുന്ന സ്കീമുകളിൽ പിന്നെയും ബീഹാറിനെ പരാമർശിച്ചുകൊണ്ട് പല സ്കീമുകളും കൊടുക്കുന്ന സമയത്ത് വളരെ ഗുരുതരമായ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ വളരെ ഗുരുതരമായ രീതിയിൽ കേരളത്തിനെ പോലെയുള്ള സംസ്ഥാനങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു. കേരളത്തിലെ സ്കൂളുകളിൽ ഈ പറയുന്ന ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആൾറെഡി കൊടുത്തു കഴിഞ്ഞതായതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു കണക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് കേരളത്തിന് അത് ലഭിക്കില്ല. അപ്പം പിന്നെ കേരളത്തിന് അങ്ങനെയുള്ളൊരു ബെനിഫിറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ കേരളത്തിന്റെ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജിൽ സെക്കൻഡ് ജനറേഷനോ അല്ലെങ്കിൽ തേർഡ് ജനറേഷനോ എത്തിക്കഴിഞ്ഞു. ആ ഒരു സ്റ്റേജിലുള്ള വികസന പ്രശ്നങ്ങളെയും കൂടെ അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യത, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാതെ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എൻസിന് വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു, പിന്നെ ബീഹാർ ആയിരുന്നു, അതേപോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചില സംസ്ഥാനങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് റിസോഴ്സസ് പിന്നെ ഈഗലിറ്റേറിയൻ അല്ലാത്ത രീതിയിൽ വിനിയോഗിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ തൊഴിലില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ ഈ പറയുന്ന ഇന്റർനെറ്റ് കണക്ടിവിറ്റി പോലെയുള്ള സ്കൂളുകളുടെ പ്രശ്നങ്ങളാണെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറേഷനിലുള്ള ഡെവലപ്മെന്റ് ഇഷ്യൂസ് ആണ് കേരളം അഭിമുഖീകരിക്കുന്നത്. ഒരു കേന്ദ്രം എന്ന നിലയിൽ ആ പ്രശ്നങ്ങളും കൂടെ കാണാൻ, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിലല്ല നമ്മുടെ പ്രശ്നം, മറിച്ച് ഈ പറയുന്ന വികസന പ്രശ്നങ്ങളും കൂടെ കാണാൻ കേന്ദ്രം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ വയനാട് പോലെയുള്ള പിന്നെ വളരെ ലോകം തന്നെ നടുങ്ങിയ വിധത്തിലുള്ള ദുരിതങ്ങളിൽ പിന്നെ ഒക്കെ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടാണ് നമ്മൾക്ക് ഭരണഘടനാപരമായിട്ട് തന്നെ കേരളത്തിനെതിരെ നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നത്. റൈറ്റ് രാമൻ, ഞാൻ അതിലേക്ക് വരാം. ഈ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ വയനാട് പോലുള്ള ഒരു ദുരന്തത്തിന് ഒരു സഹായം കൊടുക്കേണ്ടത് ഒരു ബജറ്റിലൂടെ ആണോ അല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ വേറെയാണ്. അത് ബജറ്റിന് വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വലിയ ഡിസാസ്റ്റർ ആയിരുന്നു. അതിന് ആ പ്രദേശത്തുള്ള മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ മാത്രം ചുമതലയിൽ ചുരുങ്ങേണ്ട ഒരു കാര്യമല്ല. കേന്ദ്രത്തിൻ്റെ കൂടെ സഹായം ആവശ്യമാണ്. അത് നേരത്തെ പ്രഖ്യാപിക്കാതായിരുന്നു. പക്ഷേ ഈ ബജറ്റിലെങ്കിലും അതുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളം ആവശ്യപ്പെട്ടത് വിഴിഞ്ഞം പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യ വികസനം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ്. വിഴിഞ്ഞത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും തിരിച്ചടക്കേണ്ടതാണ് എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് ശരിയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. എങ്കിൽ പോലും ഈ വിഴിഞ്ഞം തുറമുഖം നടത്തുന്നത് അദാനി ഗ്രൂപ്പ് ആയതുകൊണ്ട് ആ കൺസിഡറേഷനിലെങ്കിലും ഒരു ഫണ്ട് അലൊക്കേഷൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുണ്ടായില്ല. അതുപോലെ GST നടപ്പാക്കിയത് മൂലം കേരളം സവിശേഷമായി അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, അതുപോലെ കൂടുതൽ കടമെടുക്കാൻ സാധിക്കാത്തതിന് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. അതില്ല. അപ്പോൾ പൊതുവിൽ
പ്രതിപക്ഷം ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്നതിനേക്കാൾ കുറെ കൂടെ രൂക്ഷമായൊരു നിലപാട് കേരളത്തോട് കേന്ദ്രം എടുക്കുന്നുണ്ടോ? അതിൻ്റെ പ്രതിഫലനം ഈ ബജറ്റിലുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്, ഒന്ന് കഴിഞ്ഞ ഞാൻ ആദ്യം ഈ നേരത്തെ അനിൽ സൂചിപ്പിച്ച കാര്യത്തിന്റെ തുടർച്ചയായിട്ട് ഞാൻ ഇതിനെ കൊണ്ടുവരാം. ഒന്ന്, ഞാൻ ഈ ബജറ്റിന് തൊട്ട് മുമ്പായിട്ട് ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളുടെയും ഇക്കണോമിക് തിങ്ക് ടാങ്കുകളുടെയും ഒക്കെ അഭിപ്രായം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വെബ്സൈറ്റിലൂടെ ചോദിച്ചിരുന്നു. അപ്പൊ അതിന് കൊടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു നമുക്ക് ഈ ഒരു ഫെഡറലിസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ബജറ്റിങ്ങിന്റെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ മുന്നോട്ട് വെച്ചിരുന്നത്. ഡിഫറൻഷ്യൽ ബജറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഗ്ലോബലി ഇപ്പോൾ ഹൈ ഇൻകം കൺട്രി, ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ് ആൻഡ് ലോ ഇൻകം കൺട്രി, ഇങ്ങനെ 3 രീതിയിൽ തിരിക്കുന്നു. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ നോൺ ഡെവലപ്പിംഗ്, ആ രീതിയിലുള്ള ഇതുണ്ടായിരുന്നു. ഇതേ രീതിയിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ തരംതിരിച്ച് ഓരോരുത്തർക്കും വേണ്ട അവരുടേതായിട്ടുള്ള പ്രത്യേകമായ സവിശേഷമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ആ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താനുള്ള രീതിയിലാണ് ഈ ഫെഡറൽ ബജറ്റ് വരേണ്ടത്. ഫെഡറൽ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിന്റെ പിന്നെ കൺട്രോളിലുള്ള ഏതാനും ഡിപ്പാർട്ട്മെന്റുകളുടെ ബജറ്റുകൾ മാത്രമാവരുത്. ആ ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തനത്തിൽ തമിഴ്നാടിനെയും ഒരുപോലെ കാണാൻ കഴിയും, അല്ലെങ്കിൽ കേരളത്തിനെയും അസമിനെയും ഒരുപോലെ കാണാൻ കഴിയും. കേരളവും ബീഹാറും ഒന്നല്ല, കേരളവും ഉത്തർപ്രദേശും ഒന്നല്ല. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. അവർക്ക് ആ സ്കെയിൽ വളരെ പ്രധാനമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പൊ കേരളം ഇന്ന് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് വളർന്നിട്ടുള്ള സംസ്ഥാനമാണ്. ബൗദ്ധികമായും മാനവ വികസനപരമായും അങ്ങനെ പല സാമൂഹ്യമായും ഒക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ, കേരളത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ അതിനനുസരിച്ച് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വിഴിഞ്ഞമൊക്കെ ആ ക്രോണി ക്യാപിറ്റലിസ്റ്റിന്റെ സമയത്ത് പോലും അത് കേരളമായതുകൊണ്ട് പിന്നെ വിഴിഞ്ഞത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്, അതിൽ പലതരം ചർച്ചകളും നടക്കുന്നുണ്ട്, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ വയനാട് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ബജറ്റിൽ വരേണ്ടതേ അല്ല. അത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കൃത്യമായ അധികാര പരിധി കിടക്കുന്ന ഒരു സംഗതിയാണ്. അവരുടെ കയ്യിൽ അതിനുള്ള പണവും ഉണ്ട്. ഈ പണം ഉണ്ടായിട്ട് പോലും ഇത് എവിടെയാണ് പണം പോവുക, എവിടെയാണ് പണം ചെലവാക്കപ്പെടുക, എവിടെയാണ് പിന്നെ അത് പോവാതിരിക്കുക എന്നുള്ളത്. അപ്പൊ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ പല പ്രശ്നങ്ങളോടും മുമ്പ് നമ്മൾ പലപ്പോഴും ഉണ്ടാവാറുള്ളത് കേന്ദ്രത്തിലെ ഗവൺമെന്റും 2 തലത്തിലുള്ളതായതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുവിധം ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു സ്ഥിതി മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നമുക്ക് കേരളത്തിന് വേണ്ടി സംസാരിക്കാവുന്ന, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണപക്ഷ പിന്നെ പ്രതിനിധികൾ പോലും, അല്ലെങ്കിൽ കേരളത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പോലും കേരളത്തിനെതിരായി സംസാരിക്കുന്ന ഒരു സ്ഥിതി, അത് ഒരു ഫെഡറലിസത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിന്റെ ഒരു മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഫിനാൻസ് കമ്മീഷന്റെ ക്രൈറ്റീരിയയിൽ വരുന്നത് മുഴുവൻ അത് ഈ GST എന്നുള്ള അല്ലെങ്കിൽ മറ്റു വരുമാനങ്ങളിൽ നിന്നുള്ള ഒരു വലിയ പങ്ക് സംസ്ഥാനങ്ങളിലേക്ക്, പഞ്ചായത്തുകളിലേക്കും ഒക്കെ അത് വിഭജിക്കുന്ന സമയത്ത് കേരളത്തിന് കിട്ടേണ്ടതായ പണം കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് നേരത്തെ അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കരുത് എന്നല്ല, പക്ഷെ കേരളത്തിന് കിട്ടേണ്ടതായ അല്ലെങ്കിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അപ്പൊ അവിടെ കേരളത്തിലെ പഞ്ചായത്തുകൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെ ഗൈഡ് ലൈനിൽ വെച്ചുകൊണ്ട് ഇതാണ് നിങ്ങൾ 50% പൈസ ഇതിനു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നതോടുകൂടി ആ പണം ഉപയോഗിക്കാൻ കഴിയാത്തതായി മാറുകയാണ്. അപ്പൊ ഫിനാൻസ് കമ്മീഷൻ പോലും കേരളത്തിനെ ഡിസേബിൾ ആക്കുന്ന ഒരു സ്ഥിതിയാണ്. അത് കേരളം മാത്രമല്ല, കേരളത്തെ പോലെ പല കാര്യങ്ങളിലും അത്യാവശ്യം അഡ്വാൻസ്മെന്റ് കൈവരിച്ച പല സംസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. അത് പൊളിറ്റിക്കലും ആണ്, ഇക്കണോമിക്കും ആണ്, രണ്ടുമാണ്.
അപ്പൊ ഈ പൊളിറ്റിക്കലായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളും കേരളം ഈ ബജറ്റ് സമയത്ത് നേരിടുന്നുണ്ട്. അതുപോലെ വളരെ ഇക്കണോമിക് ആയിട്ടുള്ള നമ്മൾ സാമൂഹ്യമായും സാംസ്കാരികമായും സാമ്പത്തികമായും കൈവരിച്ചിട്ടുള്ള പല നേട്ടങ്ങളും നമ്മുടെ പിന്നെ ഇന്ത്യ എന്ന രാജ്യത്തിനകത്തെ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നേറ്റത്തിന് സഹായിക്കുന്നതിന് പകരം നമ്മളെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ വികസനത്തിന് ഡിസിൻസെന്റീവ് ആയിട്ട് സാമ്പത്തിക വികസനം മാറുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. റൈറ്റ്. ഞാൻ അവസാനം ഞാൻ രാമനിലേക്ക് വരാം. അതിനു മുമ്പ് അനിൽ, നമ്മൾ ഈ കഴിഞ്ഞ ബജറ്റിലൊക്കെ ഈ എന്താ പറയുക സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു കണക്കെടുപ്പ് വളരെ പ്രധാനമായിട്ട് കഴിഞ്ഞ ബജറ്റ് ഡിസ്കഷനിലൊക്കെ നമ്മൾ നടത്തിയിരുന്നു. ഇത്തവണയും അത് വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രതീക്ഷിക്കുന്ന ധനകമ്മി ധനകാര്യമന്ത്രി തന്നെ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത് 4.8% എന്നാണ്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ 4.4% നിജപ്പെടുത്തും എന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോഴും 4.8 എന്നും 4.4 എന്നുമാണ് കേന്ദ്രത്തിൻ്റെ ധനക്കമ്മിയെക്കുറിച്ച് അവർ കണക്കാക്കുന്ന കണക്ക്. അതേസമയം സംസ്ഥാനങ്ങളുടെ കണക്ക് അത്ര അനുവദിക്കാൻ കേന്ദ്രം തയ്യാറുമില്ല. എക്കണോമിക് റിവ്യൂ പറയുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരെ സ്റ്റേബിളാണ് എന്നാണ് എക്കണോമിക് റിവ്യൂ അവകാശപ്പെടുന്നത്. അതിൻ്റെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം സാമ്പത്തിക വളർച്ചയുടെ തോത് പറയുന്നുണ്ട്. 6.4 എന്നുള്ള കണക്ക് പറയുന്നുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം 6.3 മുതൽ 6.7 വരെ ആകാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കണക്കുകൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേന്ദ്രം ഒരു മാനദണ്ഡത്തിൽ നിജപ്പെടുത്തുകയും സംസ്ഥാനങ്ങളെ മറ്റ് ചില വ്യവസ്ഥകൾക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അത് തുടരുന്നതിലെ ഒരു പ്രോബ്ലം, ഇത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? അതെ അതെ, തീർച്ചയായിട്ടും. അത് എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മളത് ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ്. ഈ ഒന്നാമത്തെ കാര്യം, ഈ GDP-യുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾക്ക് അതിൻ്റെ GDP കണക്കാക്കുന്ന മാനദണ്ഡവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റിലേക്ക് വരുന്ന സമയത്ത് FRBM ആക്ട് 2003 നടപ്പാക്കിയതിന് ശേഷം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ 3.5% ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഏകപക്ഷീയമായിട്ടൊരു എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ സ്ട്രെയിറ്റ് ജാക്കറ്റഡ് ആയിട്ട് ആ ഒരു ഫിസ്ക്കൽ പ്രൂഡൻസ് നടപ്പാക്കാനൊരു ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല സംസ്ഥാനങ്ങളും പിന്നെ അവരുടെ ചെലവുകൾ കുറച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ധനകാര്യ അച്ചടക്കം നടപ്പിലാക്കാനൊരു ശ്രമം നടത്തുകയുണ്ടായി. അപ്പം മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ കോവിഡ് കാലത്ത് തന്നെ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിനില്ലാത്ത, നമ്മൾ സാധാരണ ലോക്കലായിട്ട് പറയുമ്പോൾ രാജാവിനേക്കാൾ വലിയൊരു രാജഭക്തി സംസ്ഥാനങ്ങൾ കാണിക്കുകയുണ്ടായി. കോവിഡ് സമയത്ത് അവരുടെ ചെലവുകൾ കുറച്ചു വെച്ചുകൊണ്ട്, അതേസമയം കേരളം 4% വരെ ആകാം എന്ന് കേന്ദ്രം പറഞ്ഞിട്ടും 4% വരെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൊണ്ടുപോകാതെ 3.5% നിജപ്പെടുത്തുകയാണ് സംസ്ഥാനങ്ങൾ ചെയ്തത്. കേരളം ആ സമയത്തും പിന്നെ കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയാണ് കൈക്കൊണ്ടത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിയാൽ വളരെയധികം 5.8 ആയിരുന്നു, പിന്നെ അത് കുറഞ്ഞ് ഇപ്പം 4.8 അത് 4.4% GDP-യുടെ 4.4% കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് ബാധകമല്ലാത്ത രീതിയിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് പിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേന്ദ്രം കുറേ കാലമായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരം കൃത്യമായ ഒരു ധനകാര്യ മൗലികവാദം, ഒരു വലതുപക്ഷ ധനകാര്യ മൗലികവാദമാണ് ഈ FRBM ആക്ട് വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജയതി ഘോഷ് ഒരിക്കൽ പറയുകയുണ്ടായി, പിന്നെ ഇത് മുഴുവനും, അതായത് വരുമാനം മുഴുവനും കേന്ദ്ര സർക്കാരിനുള്ളതാണ്, അതേസമയം മുഴുവൻ റെസ്പോൺസിബിലിറ്റീസും സംസ്ഥാനങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഈ ഒരു ഫിസ്ക്കൽ സിറ്റുവേഷനെ കൊണ്ടുപോയി FRBM ആക്ട്
പറയുന്നത് ഇവർ തന്നെ പാർലമെന്റിൽ പാസ്സാക്കിയ FRBM ആക്ടിനെ അനുസരിക്കാത്ത രീതിയിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് അവർ ഉയർത്തി വയ്ക്കും. അതേസമയം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയും എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഞാൻ അവസാനമായിട്ട് രാമൻ, ഈ നേരത്തെ ഈ കഴിഞ്ഞ 2 ദശകങ്ങളിലെ ബജറ്റ് ഡിസ്കഷൻസിൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയെക്കുറിച്ച്. ഈ ബജറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഇനി ഒരു പക്ഷേ ഈ ആദായ നികുതി പരിധി ഉയർത്തിയതിൽ മാത്രം ഫോക്കസ് ചെയ്യാനുള്ളൊരു സാധ്യതയാണോ കാണുന്നത്? ഇതിൻ്റെ ഒരു അടിസ്ഥാന സംഗതികൾ മിക്കവാറും അത് സംഭവിക്കാറില്ല. കഴിഞ്ഞ ബജറ്റുകളിലും ഒക്കെ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഇവാലുവേഷൻ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ബജറ്റിനെ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പണി കേരളത്തിലൊക്കെ മുൻകാലത്ത് സജസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു പെർഫോമൻസ് ബജറ്റ് എന്നൊക്കെ പറയുന്ന സങ്കല്പമൊക്കെ കേരളത്തിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. അതുപോലൊരു സംഗതി ഉണ്ടാകാൻ സാധ്യതയേ ഇല്ല കേന്ദ്രത്തിൽ. ഈ ബജറ്റിനെ സംബന്ധിച്ച് ഈ ഡിസ്കഷൻ ഈ ആദായ നികുതി വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുമോ? അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, സാമൂഹ്യമായ ഡിവിഷൻ സൃഷ്ടിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? കാരണം വെച്ചാൽ ഇതൊരു ഒരു ചേരിക്ക് വേണ്ടി മാത്രം വലിയ സംഗതികൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കാനുള്ളൊരു സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ട്രാപ്പാണ് എന്നാണ് ഞാൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ ഈ ഒരു വലിയ ഡിസ്കഷൻ വരുന്ന ഈ ടാക്സ് പെയർ എന്ന ഒരു പലരുടെയും തെറ്റിദ്ധാരണ ഇൻകം ടാക്സ് കൊടുക്കുന്നവർ മാത്രമാണ് ടാക്സ് പെയർ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ എന്നല്ല എല്ലാ സ്ഥലത്തെയും ഈ ഇൻഡയറക്റ്റ് ടാക്സുകൾ വഴിയാണ് ഏറ്റവും കൂടുതൽ. ഞാനിപ്പോൾ ഇതിൻ്റെ പ്രൊഫൈൽ നോക്കുകയായിരുന്നു ഇത്തവണത്തെ. ആ പ്രൊഫൈലുകളിൽ പോലും ബജറ്റ് പ്രൊഫൈൽ നോക്കുമ്പോൾ പോലും നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ടാക്സ് പെയറുടെ റോൾ അതിൽ വളരെ ചുരുക്കമാണ്, ഇൻകം ടാക്സ് പെയറുടെ. പക്ഷേ ഇൻകം ടാക്സ് പെയറിന്റെ ധാരണ ഈ ബജറ്റിന്റെ സകല പൈസയും വരുന്നത് ഇൻകം ടാക്സ് പെയർ ആണ് അത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ സാധാരണക്കാരൻ ഉപ്പ് മുതൽ തീപ്പെട്ടി വരെ കർപ്പൂരം വരെ എന്ത് വാങ്ങുന്നതും അതിൻ്റെ അകത്ത് വരുന്ന പിന്നെ ചെറുതു മുതൽ വലുത് വരെയുള്ള GST വിഹിതം തൊട്ട് എക്സൈസ് ഡ്യൂട്ടി തൊട്ട് പലതരം റവന്യൂവിൽ നിന്നാണ് ഈ നമ്മുടെ മൊത്തം ഒരു റവന്യൂ പാക്കേജ് ഉണ്ടാകുന്നത്. ഈ ഒരു ധാരണ ഇല്ലാതെ വരികയും ഇൻകം ടാക്സ് കൊടുക്കുന്നവർ മാത്രമാണ് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് എന്നുള്ള ഒരു മിഥ്യാധാരണ കഴിഞ്ഞ 10 വർഷമായിട്ട് പല വഴിയിൽ അത് കൂട്ടി ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ധാരണ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഈ ഒരു ധാരണ പലതരം, അത് കർഷക സമരത്തിന്റെ സമയത്താണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഈ ഒരു ടാക്സ് പെയർ എന്നുള്ള ഒരു സംഗതി ഉയർത്തിക്കൊണ്ടുവരികയും അതിൽ അപ്പൊ ഈ ഒരു മൊത്തം ഈ ബജറ്റ് ഡിസ്കഷനെ ടാക്സിന്റെ പരിധികൾ മാറ്റി നിർണയിച്ചതിലേക്ക് ചുരുക്കി കൊണ്ടുപോകാൻ കഴിയുമ്പോൾ തന്നെ പല അപകടങ്ങളും ഈ ബജറ്റിനകത്തിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്ഷീണം, ബാങ്കിങ്ങിന്റെ ക്ഷീണം, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെ കവർ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പം ഇന്ന് നിങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ബജറ്റിന്റെ പ്രസംഗം തുടങ്ങിയ വഴി തന്നെ പല സ്കീമുകളുടെയും ആ പ്രഖ്യാപനത്തിനോടൊപ്പം സെൻസെക്സ് മുകളിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി നമുക്ക് കാണാൻ കഴിയും. അത് ഇൻകം ടാക്സിന്റെ സ്ലാബുകൾ റിലേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന്റെ അല്ലെങ്കിൽ ആ കമ്പനികളുടെ ഷെയർസ് ആണ് ഉയർന്നു. അതെ, അതും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റ് ഈ ഇൻകം ടാക്സിന്റെ കാര്യം ആ പ്രസംഗം അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും അത് വീണ്ടും ഷൂട്ടപ്പ് ചെയ്യുകയാണ്. പക്ഷെ അതേസമയം എക്സ്പോർട്ടിന് കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളുടെയും എക്സ്പോർട്ടിന് കൊടുത്തിട്ടുള്ള ഇതുകളും പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഇതൊക്കെ ആർക്ക് ചില കാര്യങ്ങൾ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്നത് അതിലുണ്ട്, അതില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ബ്രോഡ്ലി അത് ഗുണം ചെയ്യുന്നത് ആർക്കാണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ചെറിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ അതിനു വേണ്ടിയിട്ട് 20,000 കോടി വകയിരുത്തുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന അതിന്റെ നല്ല വശങ്ങളും അതിന്റെ പല പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണ്, അത് നമ്മൾ വേണ്ടത്ര വിശകലനം ചെയ്തതിന് ശേഷമാണോ ഈ ബജറ്റ് അലൊക്കേഷൻ നടക്കുന്നത്? ആ വിശകലനം നടക്കേണ്ട ഒരു കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പിന്നെ ഇതുപോലെ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കും, GDP ഫിസിക്കൽ ഡെഫിസിറ്റിനെ എമൗണ്ടിൽ പറഞ്ഞിട്ടില്ല, ബജറ്റിന്റെ ഷെയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഫിസിക്കൽ ഡെഫിസിറ്റിനെ അതൊരു തന്ത്രം കൂടിയാണ്.
ഫിസിക്കൽ ഡെഫിസിറ്റിനെ ബജറ്റിന്റെ ഷെയർ ആയിട്ട് പറയുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷൻ മനസ്സിലാവുള്ളൂ. ഫിസിക്കൽ ഡെഫിസിറ്റിന് 4.4% GDP എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തിന് വേണ്ടി ചെലവാക്കുന്നതിന്റെ 3 ഇരട്ടിയാണ്, അല്ലെങ്കിൽ അതിലും കൂടുതലാണ്. ഹെൽത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ചെലവാക്കുന്ന പണത്തിന്റെ ഒരു 3.5 ഇരട്ടിയോളം ഫിസിക്കൽ ഡെഫിസിറ്റുമായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ജീവിക്കുന്നത് എന്നുള്ള ചർച്ച, അങ്ങനെയാണ് ഭരണം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചർച്ച, ഇൻകം ടാക്സ് സ്ലാബിന്റെ ചർച്ചകൾക്ക് പിന്നിൽ അത് അദൃശ്യമായി പോകുന്ന ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതി ഇതിൽ വന്നേക്കാം. അതുപോലെ മറ്റൊരു പ്രശ്നം തന്നെയാണ് ഈ സംസ്ഥാനത്തിന്റെ കടങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പറയേണ്ടത്. ഈ സംസ്ഥാനത്തിന് കടം വാങ്ങാനുള്ള പരിധി നിശ്ചയിക്കേണ്ടത് അത് ഒരു ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലാതെ അതിനെ ഒരു ഫിസിക്കൽ പിന്നെ ഹെൽത്തിനെ പറ്റി നന്നായി അറിയുന്ന വിദഗ്ധർ തീരുമാനിക്കുന്നതിന് പകരം അത് സംസ്ഥാനങ്ങളുടെ മേൽ, ഒരു ഫെഡറൽ സ്ട്രക്ചറിലെ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അതിൽ ചില സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ റിലാക്സേഷൻ കിട്ടുകയും ചെയ്യുന്ന, ഇത് ഒരു റൂളായിട്ട് എല്ലാവർക്കും പോകുന്നതാണെന്ന് ഇത് മനസ്സിലാക്കാം. പക്ഷെ ചില സംസ്ഥാനങ്ങൾ പലതരത്തിൽ ഈ ബ്ലെൻഡഡ് ഫിനാൻസിന്റെ പല പിന്നെ ഈ ന്യൂ ലിബറൽ ഇക്കണോമിയുടെ ഒരു പ്രത്യേകതയും കൂടിയാണത്. ഈ ബ്ലെൻഡഡ് ഫിനാൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ പല കാര്യങ്ങളെയും മറച്ചു വെക്കാനും പല തരത്തിൽ പൈസ ആർജിക്കാനും കഴിയുമ്പോൾ ജനകീയമായ, അതാണ് വെൽഫെയർ ഇക്കണോമിക്സിന്റെയും ക്യാപിറ്റൽ ഇക്കണോമിക്സിന്റെയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കേരളം വെൽഫെയർ ഇക്കണോമിക്സിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന, അത് കേരളത്തിലെ മാറി മാറി വന്നിട്ടുള്ള, ഇപ്പൊ കഴിഞ്ഞ 2 തവണയായിട്ട് ഒരേ ഗവൺമെന്റാണ്, അതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകളെല്ലാം കേരളത്തിലെ വെൽഫെയർ ഇക്കണോമിക്സിനെയാണ് മുന്നോട്ട് നിർത്തിയിട്ടുള്ളത്. അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതേ സമയത്ത് ഈ ക്യാപിറ്റൽ ഇക്കണോമിക്സിനെ മുന്നിൽ നിർത്തുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും ഈ ക്യാപിറ്റൽ ഇക്കോണമിക്ക് ഒരുപാട്, മാർക്കറ്റ് ഇക്കോണമിക്കും ക്യാപിറ്റൽ ഇക്കോണമിക്കും ഒരുപാട് പ്രാധാന്യം തരുന്ന ഒരു ബജറ്റ്, ആ ബജറ്റ് ഒരർത്ഥത്തിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിന് തിരിച്ചടിയാണ്. പിന്നെ അതിന് മുകളിലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ ഈ ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് മാറുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർ, അതിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത പാവങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും, അതിന് നമുക്ക് എന്തൊക്കെ പരിഹാരം ചെയ്യാൻ കഴിയും, അതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല. സാമൂഹ്യ വ്യവസ്ഥയിലെ, സാംസ്കാരിക വ്യവസ്ഥയിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ, അവരെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരും, അവർക്ക് നിത്യവരുമാനം എങ്ങനെ ഉണ്ടാക്കും, ഇതുപോലെയുള്ള ഒരു വെൽഫെയർ മാൻഡേറ്റ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ മാൻഡേറ്റ്, ആ മാൻഡേറ്റ് ഇതുപോലെയുള്ള മറകൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ ശരിക്കും ഉണ്ടാകാൻ പോകുന്നത് നമ്മളുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ ക്ഷീണം അത് കൂടിക്കൂടി വരികയും, എന്നാൽ ഈ 2-3% ഇതിന്റെ ഗുണഭോക്താക്കളായ, അതിന്റെ ഗുണം അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ എന്തായാലും പറയാ ഒരു വാഴ്ത്തുപാട്ടുകൾക്കിടയിലേക്ക് നമ്മുടെ ഇക്കോണമി തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ അറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് ഡോക്ടർ അനിലിലേക്ക് ഒരു കാര്യം കൂടി, ഇപ്പോൾ ഡോക്ടർ ശ്രീരാമൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാനത് ചോദിക്കേണ്ടതാണല്ലോ എന്ന് തോന്നിയത്. ഇപ്പോൾ അണോർജ മിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അണോർജ മിഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ 20,000 കോടി രൂപ അതിന് നീക്കിവെക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അണോർജ നിയമത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു, അവിടെ സ്വകാര്യ നിക്ഷേപം അനുവദിക്കാൻ പോകുന്നു, അതുപോലെ ഒരു ആണവ അപകടം ഉണ്ടായാൽ അതിൻ്റെ ലയബിലിറ്റി ആർക്ക് എന്ന് ഡിഫൈൻ ചെയ്യുന്ന നിയമത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു. ഇത് അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന സിവിൽ ന്യൂക്ലിയർ എനർജി പാക്ടിൻ്റെ, കരാറിൻ്റെ ഒക്കെ തുടർച്ചയായിട്ടുള്ള സംഗതികളാണ് എന്ന് നമ്മളിപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരുപക്ഷെ മനസ്സിലായെന്ന് വരില്ല. ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രയായിരിക്കും? അതെ അതെ, തീർച്ചയായിട്ടും. അത് നമ്മളുടെ മുന്നിൽ ചരിത്രത്തിൽ നമ്മൾക്ക് പാഠങ്ങളുണ്ട്. പിന്നെ ഭോപ്പാൽ ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വളരെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ തന്നെ മാറ്റി എഴുതിക്കൊണ്ട്, അതിന് തന്നെ ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ന്യായമായിട്ട് നമ്മൾ സംശയിക്കേണ്ടി വരും. സിവിലിയൻ രാജ്യത്തുള്ള ഒരു പരിരക്ഷ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് അത് നടപ്പിലാക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും അക്കാര്യത്തിൽ. റൈറ്റ്. എന്തായാലും ഈ ബജറ്റ് ഓർക്കപ്പെടുക ആദായ നികുതി പരിധിയിൽ വരുത്തിയിരിക്കുന്ന 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു 5 ലക്ഷത്തിൻ്റെ മാറ്റമാണ്. അങ്ങനെയായിരിക്കും, ആ ഒരു വോള്യത്തിലായിരിക്കും ഒരുപക്ഷെ ഈ ബജറ്റ് ഓർക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളത് സംശയമില്ലാത്ത സംഗതിയാണ്. പക്ഷെ ഇങ്ങനെ ഓർക്കപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മറക്കപ്പെടുന്നത് അല്ലെങ്കിൽ മറയ്ക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചത്. വളരെയധികം നന്ദി രാമൻ ഡിസ്കഷനിൽ പങ്കെടുത്തതിനൊപ്പം ഡോക്ടർ അനിൽ വർമ്മ ഈ യൂണിയൻ ബജറ്റുമായി
ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം.